നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും സ്വാഗതം. അഹമ്മദാബാദ് വിമാനാപകടം നമുക്ക് സൃഷ്ടിച്ച ഒരു ആഘാതം വലുത് തന്നെയാണ്. അത് ഇപ്പോഴും അതിൽ നമ്മൾ മുക്തി പ്രാപിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മുടെ മലയാളിയായ പെൺകുട്ടിയുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ആ ഒരു സാഹചര്യത്തിലായിരിക്കാണ്. അപ്പോൾ ഈ ഒരു വിമാന അപകടത്തിൽ ഏറ്റവും അത്ഭുതമായത് ആ ഒരു വ്യക്തിന്റെ രക്ഷപ്പെടലാണ്, അല്ലെ? വിശ്വാസിന്റെ രക്ഷപ്പെടൽ. വിശ്വാസ് കഴിഞ്ഞ ദിവസമൊക്കെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആശുപത്രി വിട്ടു. ഇനി അദ്ദേഹത്തെ ചോദ്യം സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളാണ് നടന്നത്. അതെ, നമ്മൾ അത് വേദനയുള്ള വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും നിർണായകമാകുന്നത് ഒരു അട്ടിമറി സാധ്യത ഇവിടെ ഉണ്ടോ എന്നതടക്കമുള്ള ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ അടക്കം സജീവമാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരുപാട് കപ്പൽ അപകടങ്ങൾ 2 ഉണ്ടാകുന്നു. ഇത്തരത്തിൽ വിമാനം അപകടത്തിൽ പെടുന്നു. അപ്പോ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ച് ഒരു രീതിയിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്നത്. അപ്പൊ ഈ വിമാന അപകടത്തിന് പിന്നിൽ എന്തെങ്കിലും അട്ടിമറി സാധ്യത ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോ അല്ലെ അതെ, ഒരു വിഷയം, അതായത് 271 പേരുടെ ജീവൻ, മൊത്തത്തിൽ 270 പേരുടെ ജീവൻ പൊലിഞ്ഞൊരു അപകടമായിരുന്നു അഹമ്മദാബാദ് വിമാനാപകടം. തീർച്ചയായിട്ടും ഈ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നവർ മാത്രമല്ല, ആ ഹോസ്റ്റലിലടക്കം MBBS വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അവരടക്കം ആ ഏരിയയിലുള്ള പല മനുഷ്യരും ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിലൂടെ ജീവൻ പൊലിഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ബോയിങ് വിമാനത്തിന് തകരാറുകൾ ഇല്ലായിരുന്നു എന്നാണ് എയർ ഇന്ത്യയുടെ CEO ആയ ക്യാപ്ബെൽ വിൽസൺ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ലണ്ടനിലേക്ക് പറക്കുന്നത് വരെ ഈ വിമാനത്തിന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ എഞ്ചിൻ പരിശോധനകളൊക്കെ കൃത്യമായി നടത്തിയിട്ടുണ്ട്. വലതുവശത്തെ എഞ്ചിന്റെ അറ്റകുറ്റി പണിയൊക്കെ മാർച്ചിലായിരുന്നു നടന്നത്. ഇടതുവശത്തെ എഞ്ചിൻ ഏപ്രിലൊക്കെ പരിശോധിച്ചിരുന്നു. അടുത്ത പരിശോധന നടക്കേണ്ടിയിരുന്നത് ഈ വരുന്ന ഡിസംബറിലായിരുന്നു എന്നാണ് ഈ ക്യാപ്ബെൽ എയർ ഇന്ത്യ ജീവനക്കാർക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വിമാന അപകടത്തിൽ അന്വേഷണ സംഘം ഈ ഒരു അട്ടിമറി സാധ്യത തള്ളിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കാരണം മെയിന്റനൻസ്, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാരെയൊക്കെ, അതായത് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ മൊബൈൽ ഫോണുകൾ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ്. ഈ എയർ ഇന്ത്യ ഡ്രീം ലൈനർ ടേക്ക് ഓഫിന് മുൻപ് പരിശോധിച്ച് ക്ലിയറൻസ് നൽകിയതൊക്കെ ഇവരാണ്. അപ്പോൾ അതായത് ഈ വിമാനത്തിന്റെ ഉൾവശം വൃത്തിയാക്കൽ, ഇന്ധനം നിറയ്ക്കൽ, ഹാൻഡ് സിഗ്നൽ നൽകൽ, വീൽ ചെയർ അസിസ്റ്റൻസ്, ഗേറ്റ് മാനേജ്മെന്റ്, കാർഗോ ലോഡിംഗ്, ഇവയൊക്കെ ഇവരുടെ ഒരു ജോലിയാണ്. അപ്പോ ഈ ഭീകരബന്ധത്തിന്റെ സാധ്യത അന്വേഷണ സംഘം തള്ളിക്കളഞ്ഞിട്ടില്ലെന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇതിലൊരു അട്ടിമറി സാധ്യതയുണ്ടോ, ഒരു ഭീകരവാദ ബന്ധമുണ്ടോ എന്നൊക്കെയാണ് ഇതിൽ പരിശോധിക്കുന്നത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്കാണ് അന്വേഷണ ചുമതല കൈമാറിയിരിക്കുന്നത്. അന്വേഷണ ചുമതല മുഖ്യ ചുമതല അവർക്കാണ്. ഇപ്പോൾ ഗുജറാത്ത് പോലീസ്, എയർപോർട്ട് അതോറിറ്റി, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്നിവരൊക്കെ സഹായിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നത സമിതിയും അന്വേഷിക്കുന്നുണ്ട്. ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, ബ്ലാക്ക് ബോക്സ് എന്നിവയിലെ ഡേറ്റയൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തുവെങ്കിലും അതിൽ തകരാറുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. തുടർന്ന് അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും ഒക്കെ സമാന്തരമായിട്ടാണ് അന്വേഷണം നടത്തുന്നത്. അപ്പോൾ ഈ ബോയിങ് കമ്പനി ഉദ്യോഗസ്ഥരും UK ഏവിയേഷൻ വിദഗ്ധരും ഒക്കെ അഹമ്മദാബാദിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക ഒരു വ്യക്തി എന്ന് പറയുന്നത് വിശ്വാസ് കുമാറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഈ ഒരു വിമാന അപകടം ഉണ്ടായപ്പോൾ തന്നെ നമ്മളെല്ലാവരും കരുതിയിരുന്നത് ഒരാൾ പോലും അതിൽ നിന്ന് രക്ഷപ്പെട്ടുണ്ടാവില്ല. കാരണം അത്രത്തോളം ആഘാതമായിരുന്നു അത് സൃഷ്ടിച്ചത്. പക്ഷെ അത്ഭുതകരമായിരുന്നു ഈ വ്യക്തിയുടെ ഒരു രക്ഷപ്പെടല്. അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതാണ്. എങ്ങനെ ഇത്രയും പേര് കത്തിയമർന്ന ഒരു വിമാന അപകടത്തിൽ നിന്ന് ഒരു വ്യക്തി മാത്രം രക്ഷപ്പെട്ടു വന്നു. പക്ഷെ അദ്ദേഹം രക്ഷപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ സഹോദരൻ കൊല്ലപ്പെട്ടു. അപ്പൊ സഹോദരന്റെ ഈ മരണ അതായത് അപ്പോ അതിനൊക്കെ അദ്ദേഹം എന്ത് വേദനയോടെയാണ് നിന്നത്. അപ്പോ അതൊക്കെ വലിയൊരു വേദനയുള്ള കാഴ്ചയായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ഇദ്ദേഹം ഈ വിമാന അപകടത്തിൽ തകർന്ന്, അതായത് വിമാനം പിളർന്ന് പുറത്തേക്ക് വീഴുകയായിരുന്നു ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം ഒരു ഫോണൊക്കെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇദ്ദേഹം ഈ പറയുന്ന വിമാനത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും ആ ഏരിയയിൽ ഉണ്ടായിരുന്നപ്പോൾ ചിലപ്പോൾ അപകടത്തിൽപ്പെട്ടതായിരിക്കാം. അത്തരത്തിൽ മാത്രമായിരുന്നു ആദ്യം എല്ലാവരും വിചാരിച്ചിരുന്നത്. പിന്നീടാണ് ഇദ്ദേഹം ആ സമയത്ത് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇദ്ദേഹം എടുത്തെടുത്ത് പറയുകയാണ്, എന്റെ സഹോദരൻ അവിടെ കത്തി അമരുകയാണെന്ന് ഇദ്ദേഹം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് ഇദ്ദേഹം പറഞ്ഞത് ഞാനും ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഇദ്ദേഹം പറയുന്നത്. പിന്നീടാണ് ഇത്തരത്തിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരാൻ തുടങ്ങിയത്. അപ്പോൾ അത്തരത്തിൽ
എന്താ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ. അദ്ദേഹത്തിന് കൂടിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് പൊള്ളലൊക്കെ ഏറ്റിട്ടുണ്ട്, മുഖത്ത് മുറിവുണ്ട്, അത്തരത്തിലുള്ള ആ ഒരു പരിക്കുകളൊക്കെ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത്രയും പേർ മരിക്കുമ്പോൾ ഒരാളെ ദൈവം ബാക്കി വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ആ ബാക്കിയാക്കിയിരിക്കുന്നത് എന്തെങ്കിലും ഒരു പുറം ലോകത്തേക്ക് ഒരു സത്യം എത്തിക്കാനായിരിക്കാം അദ്ദേഹത്തെ ബാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് എന്തൊക്കെയോ പറയാനുണ്ട്. കാരണം അദ്ദേഹത്തിന് അന്വേഷണ സംഘം ഇപ്പൊ ഒരു പ്രത്യേക ഹോട്ടലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അവിടെ വെച്ചിട്ടായിരിക്കും ചോദ്യം ചെയ്യുക. കാരണം പല കാര്യങ്ങളും അറിയാനുണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ ബ്ലാക്ക് ബോക്സ് കംപ്ലൈന്റ് ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാകും. എന്തെങ്കിലും അട്ടിമറി സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. കാരണം പെട്ടെന്നൊരു വിമാനാപകടം, അത് 30 സെക്കൻഡ്, അത് വിമാനം പറന്നുയർന്ന് 30 സെക്കൻഡിലാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ആദ്യത്തെ പരിശോധനകളിലൊന്നും പ്രത്യേകിച്ചൊന്നും കണ്ടെത്തിയിട്ടില്ല. പിന്നീട് ഇപ്പൊ പറയുന്നുണ്ട്, സിഇഒ വരെ പറയുന്നുണ്ട് സാങ്കേതിക തകരാറുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അട്ടിമറി സാധ്യതയിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു സാധ്യതയും അന്വേഷണ സംഘം അവിടെ നോക്കുന്നുണ്ട്. എന്തെങ്കിലും അട്ടിമറി സാധ്യത അതിൽ ഉണ്ടായിരുന്നോ? ജീവനക്കാരെയൊക്കെ ചോദ്യം ചെയ്യുകയാണ്. അവരുടെ മൊബൈൽ ഫോണൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ, അതായത് ഈ സഹോദരൻ അജയുടെ സംസ്കാര ചടങ്ങുകളിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു, വിശ്വാസ്. അപ്പൊ മുഖത്ത് മുറിവും ബാൻഡേജും ഒക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. വികാരനിർഭരമായ രംഗങ്ങളൊക്കെയായിരുന്നു. കാരണം സ്വന്തം സഹോദരനുമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയത്, കുറച്ചു ദിവസത്തെ അവധി ആഘോഷിക്കാനായി. അതിനുശേഷം തിരിച്ചു പോകാൻ നേരത്താണ് തൊട്ടടുത്തുണ്ടായിരുന്ന സഹോദരൻ കത്തിയമർന്നത്. 242 പേരുമായിട്ടാണ് ജൂൺ 12-ന് വിമാനം. അതല്ലേ വിശ്വാസം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് എന്റെ കൺമുമ്പിൽ വെച്ച് 2 എയർ ഹോസ്റ്റസുമാര് മരിക്കുന്നതും കൂടി ഈ വിശ്വാസം കണ്ടു. ഈ ഒരു രക്ഷപ്പെടുന്നതിൽ എപ്പോഴും ആയിരിക്കാം 2 എയർ ഹോസ്റ്റസുമാര് തന്റെ കൺമുമ്പിൽ വെച്ച് മരിക്കുന്നു, അല്ലെങ്കിൽ അതും കൂടി താൻ കണ്ടു എന്ന് നടക്കുമുള്ള ഒരു വെളിപ്പെടുത്തലൊക്കെ പുള്ളി നടത്തിയിട്ടുണ്ടായിരുന്നു. അതെ, അദ്ദേഹം പറയുന്നുണ്ട് കണ്ണു തുറക്കുമ്പോഴൊക്കെ തന്റെ തൊട്ടടുത്തൊക്കെ മൃതദേഹങ്ങൾ മാത്രമായിരുന്നു എന്ന്. അപ്പൊ നമുക്ക് ചിന്തിക്കാം ആ ഒരു അപകടത്തിന്റെ വ്യാപ്തി എന്താണെന്നുള്ളത്. കാരണം ടേക്ക് ഓഫ് കഴിഞ്ഞ് 30 സെക്കൻഡിനുള്ളിലാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. താനും മരിക്കുകയാണെന്നാണ് അദ്ദേഹം ഒരു ഘട്ടത്തിൽ വിചാരിച്ചിരുന്നത്. കാരണം അത്രത്തോളം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, എല്ലാം വളരെ സെക്കൻഡുകൾക്കുള്ളിലാണ് എല്ലാത്തിനും തട്ടിത്തെറിപ്പിച്ച് നശിപ്പിച്ച് അഗ്നിഗോളമായി അതിൽ അമരുകയാണ്. അതിൽ ഒരിക്കലും വിമാനയാത്ര ചെയ്തിട്ടില്ലാത്ത മനുഷ്യർ വരെ, ആ പാവപ്പെട്ട മനുഷ്യർ വരെ അതിൽ കത്തി അമർന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ ഫാമിലി ഫോട്ടോസ് ഒക്കെ കണ്ടതാണ്. 3 കുട്ടികളും ഒരു അച്ഛനും അമ്മയായിട്ട് പോയ ഒരു കാഴ്ചയൊക്കെ. അത് മാത്രമല്ല, ഇപ്പോഴും ഒരു അത്ഭുതം, അല്ലെങ്കിൽ അതിനുപരി ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് എങ്ങനെ വിശ്വാസം രക്ഷപ്പെട്ടു എന്നതല്ലേ. ആ വിശ്വാസ് ഇറങ്ങി വരുന്ന വിഷ്വൽ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുകയില്ല. കാരണം ആ അഗ്നിഗോളത്തിൽ നിന്നും രക്ഷപ്പെട്ട് നടന്നു വരികയാണ്. അദ്ദേഹത്തിന് മൊബൈൽ ഫോണിൽ പോലും യാതൊരു പരിക്കുകളും പറ്റിയിട്ടില്ല. അദ്ദേഹം ഫോൺ വിളിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. ആ ഒരു വെളുത്ത ടീഷർട്ട് ഒക്കെ ധരിച്ചിട്ടാണ് വിശ്വാസ് കുമാർ ഇടത് കൈയിൽ മൊബൈൽ ഫോണും ഒക്കെ ആയിട്ട് അപകട സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പൊ എങ്ങനെ വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടു? അതൊരു ചോദ്യം തന്നെയാണ്. അപ്പൊ എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. അദ്ദേഹത്തിന് പോലും വിശ്വസിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല അദ്ദേഹം എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളത്. കാരണം വിമാനം 2ആയി പിളർന്നാണ് അദ്ദേഹം പുറത്തേക്ക് തെറിച്ചു വീണതെന്നാണ് പറയുന്നത്. അപ്പോൾ നാട്ടുകാർ ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഓടിയെത്തി, നാട്ടുകാരാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വിശ്വാസിന് എന്തെങ്കിലും ദുരൂഹമായിട്ട് ഇതിൽ നിന്നും അറിയാൻ എന്തെങ്കിലും തോന്നി എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വലിയൊരു ശബ്ദം ഈ വിമാനത്തിനുള്ളിൽ നിന്ന്, ഈ വിമാനം ടേക്ക് ഓഫിന് മുമ്പ് എടുക്കുമ്പോൾ തന്നെ ഒരു ശബ്ദം കേട്ടതായി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? ഇനി അത്തരത്തിൽ ഈ പറയുന്ന കണക്ക് തീവ്രവാദ ബന്ധം സംശയിക്കുകയാണെങ്കിൽ ആരായിരിക്കാം അത് ചെയ്തത് എന്നുള്ളത് ഒരു മുഖ്യ ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമുക്കിപ്പം കാശ്മീരുമായിട്ടുള്ള യുദ്ധമൊക്കെ നടന്നതാണ്. നമുക്കറിയാം, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടിട്ടുള്ള ചർച്ചകളിലൊക്കെ പറയുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ, അതിനുശേഷം 2 കപ്പൽ അപകടങ്ങളാണ് കേരള തീരത്തുണ്ടായിരിക്കുന്നത്. ഒരു കപ്പല് മറിയുന്നു, വേറൊരു കപ്പൽ നിന്ന് കത്തുന്നു, അതിനുശേഷം ഒരു വിമാന അപകടം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതും ഇതും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചർച്ച സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംശയം സോഷ്യൽ മീഡിയയിൽ ആ ഒരു ചർച്ച നടക്കുന്നുണ്ട്. മാത്രമല്ല, ഈ 2025 തുടങ്ങിയതിന് ശേഷം ഒരുപാട് അപകടങ്ങളാണ്, ഇത്തരത്തിലൊരു മാസീവായിട്ടുള്ള ഒരു മരണം സംഭവിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ. പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ ആ ഒരു വിജയാഘോഷത്തിനിടെ എത്ര പേരെ ജീവൻ പോയി, ഈ വിമാന അപകടത്തിൽ എത്ര പേരെ ജീവൻ പോയി. അങ്ങനെ ഈ 2025 നമ്മൾ ഈ ജൂണിലെത്തി നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ദുരന്ത വാർത്തകൾ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ, ഇപ്പൊ കശ്മീരിലെ ആ ഒരു സംഭവം ആയാൽ പോലും അങ്ങനെ അക്കമിട്ട് നിരത്താൻ ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ ഒരു വർഷത്തിന് പകുതി
എത്തിയപ്പോൾ തന്നെ നമ്മൾ കേട്ടത് മുഴുവൻ ഇത്തരത്തിലുള്ള വളരെ വേദനാജനകമായ വാർത്തകളാണ്. ഇനി വരാനിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാവുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇനി ആവർത്തിക്കാതിരിക്കട്ടെ അല്ലെ? ആവർത്തിക്കാതിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതൽ തന്നെയാണ് ഈ ഒരു വിഷയത്തിലൂടെ വീണ്ടും നടക്കുന്നത്. കാരണം അപകടത്തിലൊക്കെ വിശ്വാസിന്റെ ശരീരത്തിൽ പൊള്ളലേറ്റിരുന്നു. അദ്ദേഹത്തെ അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലായിരുന്നു ചികിത്സയിലായിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പല പ്രമുഖരും അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ അന്വേഷണത്തിന്റെ ഘട്ടമാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ അപകടത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇനി വിവരങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയാനുണ്ട്. അപ്പൊ അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹത്തെ ഹോട്ടലിലേക്ക് മാറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിലൊക്കെ പുരോഗതി ഉണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അഹമ്മദാബാദ് അസാർബായിലെ സിവിൽ ആശുപത്രിയിലായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ ഹോട്ടലിലേക്ക് മാറ്റി അദ്ദേഹത്തോട് അന്വേഷണ സംഘം കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. ഇതിനിടെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തത്. അപ്പോൾ ബ്ലാക്ക് ബോക്സിൽ കേടുപാടുകളൊക്കെ സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അറിയില്ല, എങ്ങനെ എടുക്കും, ആൾക്കാരെ എങ്ങനെ എടുക്കും, സ്വീകരിക്കുമെന്ന് അറിയില്ല, എങ്കിലും പറയാണ്. അതായത് ഈ അപകടത്തിൽ രക്ഷപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അത് മാത്രമല്ല ഈ ഫ്ലൈറ്റ് മിസ്സായ ഒരു വ്യക്തിയുണ്ട്. അതായത് സമയം കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ എത്തുന്നു. അപ്പോ തടസ്സം കാണാൻ 10 മിനിറ്റ് ലേറ്റ് ആയി എയർപോർട്ടിലേക്ക് എത്തുന്നു. സുരക്ഷാ പരിശോധനകൾ ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വിമാനത്തിൽ യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒഴിവാക്കി വിടുകയാണ് ചെയ്തത്. അങ്ങനെ രണ്ടുപേര്. അപ്പൊ ഈ രണ്ടുപേരെയും ദൈവം രക്ഷിച്ചു, അല്ലെങ്കിൽ ഇവർ രണ്ടുപേർക്കും ഒരു ദൈവം ഇവരെ സംരക്ഷിച്ചു എന്ന രീതിയിൽ ഒരു കൂട്ടർ പറയുന്നുണ്ട്. മറ്റു കൂട്ടർ ചോദിക്കുന്നത് അപ്പൊ ബാക്കിയുള്ളവരെ ദൈവത്തിന് വേണ്ടേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ബാക്കി ആ വിമാനത്തിൽ കത്തി അമർന്നവരെന്നും ദൈവത്തിന് വേണ്ടേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു ഭഗവത്ഗീത കത്താതെ കണ്ടെത്തി എന്നൊരു വാർത്തയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ അപ്പോ ഒരു കൂട്ടർക്ക് അതൊരു ആഘോഷം അല്ലെങ്കിൽ സന്തോഷമാണ്. അയ്യോ, ഇത്രയും കത്തി എരിഞ്ഞിട്ടും ഭഗവത്ഗീത മാത്രം കത്താതെ കിട്ടിയല്ലോ എന്നത് ഒരു കൂട്ടർ അത് ആഘോഷമാക്കുന്നു, സന്തോഷിക്കുന്നു. അപ്പൊ മറുകൂട്ടർ ചോദിക്കുന്ന ചോദ്യം, ആ ഭഗവത്ഗീത അല്ലെങ്കിൽ ഭഗവത്ഗീത കത്താതെ സംരക്ഷിക്കപ്പെട്ടു, അപ്പോ ആ മനുഷ്യരെയും കൂടി കത്താതെ സംരക്ഷിച്ചുകൂടായിരുന്നു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോ രണ്ട് തട്ടിലാണ് ഓരോ അഭിപ്രായങ്ങൾ വരുമ്പോഴും ജനങ്ങൾ അതിനെ സ്വീകരിക്കുന്നതും വിലയിരുത്തുന്നതും. സ്വാഭാവികമായിട്ടും രണ്ടുപേരെ ദൈവം രക്ഷിച്ചെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ളവരെയും കൂടി രക്ഷിച്ചൂടെ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോ അപകടങ്ങൾ അത് സംഭവിക്കും അല്ലെ? അതിപ്പോ എന്താണ്, അപകടം സംഭവിക്കാനുള്ളതങ്ങ് സംഭവിക്കും. പക്ഷെ ഈ അപകടം ഉണ്ടായതാണോ വരുത്തിയതാണോ എന്നുള്ളതാണ് നമുക്കിത് തിരിച്ചറിയേണ്ടത്. അത് സംബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നതും. വിശ്വാസ് കുമാറിനെ അടക്കം അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. സുരക്ഷാ ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ജീവനക്കാരുടെ മൊബൈൽ ഫോണൊക്കെ പിടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ബ്ലാക്ക് ബോക്സിന്റെ റിസൾട്ട് അറിയാൻ തന്നെ ഏകദേശം 1 മാസം എടുക്കും. അപ്പോൾ അത് കാരണം ചിലപ്പോൾ ഇതിൽ എന്തൊക്കെയായിരിക്കും ഇനി വരും മണിക്കൂറുള്ള അപ്ഡേഷൻ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. കോക്പിറ്റ് വോയിസ് റെക്കോർഡർ അല്ലെങ്കിൽ CVR ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ അല്ലെങ്കിൽ FTR എന്നീ 2 ഉപകരണങ്ങളൊക്കെ അടങ്ങുന്നതാണ് വാസ്തവത്തിൽ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തകർന്ന എയർ ഇന്ത്യ വിമാനത്തിൽ നിന്ന് കണ്ടെടുത്ത ബ്ലാക്ക് ബോക്സ് വാഷിംഗ്ടൺ DC-യിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിനാണ് പരിശോധനയ്ക്കായിട്ട് അയക്കുക. ബ്ലാക്ക് ബോക്സ് US അയച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രോട്ടോകോളുകളും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുവാനായിട്ട് ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘവും ഈ ബ്ലാക്ക് ബോക്സിനൊപ്പം തന്നെ പോകുമെന്നാണ് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിമാന അപകടം നടന്ന് 28 മണിക്കൂറിന് ശേഷമാണ് ബോയിങ് 787 ഡ്രീം ലാൻഡർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത്. അപ്പോൾ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ തിളക്കമുള്ള ഓറഞ്ച് നിറത്തിലാണ് ബ്ലാക്ക് ബോക്സുകൾ ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെയാണ് ഈ പുതിയ വിമാനങ്ങളിലെ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, 25 മണിക്കൂർ വരെ കോക്പിറ്റ് സംഭാഷണങ്ങൾ, ശബ്ദം, എയർ ട്രാഫിക് കൺട്രോളുമായുള്ള റേഡിയോ കോളുകൾ, വിവിധ അലർട്ടുകൾ എന്നിവ റെക്കോർഡ് ചെയ്യപ്പെടും ഈ ബ്ലാക്ക് ബോക്സിൽ. അപകടത്തിന്റെ ആദ്യ ദിനം മുതൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അപകടത്തെക്കുറിച്ച് വ്യക്തത വരണമെങ്കിൽ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കണം. അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇപ്പൊ കണ്ടെത്തിയ ബ്ലാക്ക് ബോക്സിൽ എന്തൊക്കെ കേടുപാടുകൾ ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അത് ആ വഴിക്ക് പോട്ടെ. വിമാനത്തിന് 650 അടിക്ക് മുകളിലേക്ക് ഉയരാൻ സാധിച്ചില്ല. ഇതോടെയാണ് പൈലറ്റുമാർ അപകട വിവരം അറിയിച്ചതെന്ന് വ്യോമയാന സെക്രട്ടറിയും അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അതെ, മെയ്ഡേ, അതായത് അവസാനം ആ ഒരു സഹായത്തിനായുള്ള അഭ്യർത്ഥന പൈലറ്റ് നടത്തിയിരുന്നു. പക്ഷേ ATC പ്രതികരണങ്ങൾ അയച്ചെങ്കിലും അതിന് മറുപടി ലഭിച്ചില്ല. അതിനിടയിലാണ് ഇത്തരത്തിലൊരു അഗ്നിഗോളമായി തന്നെ ആ വിമാനം മാറിയത്. അപ്പോ 36 സെക്കൻഡുകൾക്കുള്ളിലാണ് ഈ വിമാനം തകർന്നത്.
169 ഇന്ത്യക്കാർ, 53 ബ്രിട്ടീഷ് പൗരന്മാർ, 7 പോർച്ചുഗീസ് പൗരന്മാർ, ഒരു കാനേഡിയൻ എന്നിവർ ഉൾപ്പെടെ 242 പേരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഈ ഒരു വിമാനം കത്തുന്ന ഒരു വീഡിയോ പുറത്തു വന്നു. അതായത് ശരിക്കും ആരാ വീഡിയോ പകർത്തിയെന്ന ചോദ്യമൊക്കെ ശക്തമായിരുന്നു. അപ്പോ ഒരു 17 വയസ്സുകാരൻ, സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ഒരു വിമാനം പോയാൽ, അത് പ്രത്യേകിച്ച് ഉയർത്തിപ്പോയാലും നമ്മൾ നോക്കാറുണ്ട്, അടുത്തൂടി പോയാൽ ഉറപ്പായിട്ട് അത് ക്യാമറയിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കും. അത്തരത്തിലൊരു 17കാരൻ ഒരു വിമാനം പറന്നു പോകുന്നു, അത് ക്യാമറയിൽ പകർത്താൻ കൂട്ടുകാരെ കാണിക്കാമെന്ന ഉദ്ദേശത്തോടെ പകർത്തിയതായിരുന്നു ആ ദൃശ്യം. അത് കൺമുമ്പിൽ അഗ്നിഗോളമായി. അപ്പൊ ആ പയ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിനി വിമാനത്തിൽ കയറാൻ പേടിയാണ് എന്നൊരു പ്രതികരണം നടത്തുകയുണ്ടായി. അപ്പൊ അതൊക്കെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക കാര്യങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് അല്ലെ? അതെ, ഇത് മാത്രമല്ല, ഈ ഒരു അപകടം ഉണ്ടായപ്പോൾ PJ മെഡിക്കൽ കോളേജിലെ 2ാം വർഷ MBBS വിദ്യാർത്ഥി കേശവ് ഭദാന ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതായത് വിമാനാപകടം ഉണ്ടായപ്പോൾ ആദ്യം അവർ കരുതിയിരുന്നത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ മിസൈൽ ആക്രമണം നടത്തിയതാണെന്നാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, അട്ടിമറി സാധ്യത എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ തരത്തിൽ പല സംശയങ്ങളൊക്കെ ഉയരുകയാണ്. അപ്പോൾ അവർ പോലും ആ അപകടം ഉണ്ടായ സ്പോട്ടിൽ പോലും അവർ ചിന്തിക്കുന്നത് ഈ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ മിസൈൽ ആക്രമണം നടത്തുകയാണ് എന്നായിരുന്നു. കാരണം ആ ശബ്ദം കേട്ടപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം അല്ലെ? അതെ, ഈ അപകടത്തിൽ ഈ വിദ്യാർത്ഥിക്ക് കൈക്കും കാലിനും തലയ്ക്കും ഒക്കെ പരിക്കേറ്റിരുന്നു. അപ്പൊ ഇവർ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ഒരു ടൈമായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1:30 ആ ഒരു സമയത്താണ് സുഹൃത്തുക്കൾക്കൊപ്പം ബസ്സിലിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്നാണ് ഈ കെട്ടിടത്തിന്റെ ചുവരും മേൽക്കൂരയും ഒക്കെ ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയത്. ഒരു പൊടിക്കാറ്റ് പോലെ ആദ്യം അനുഭവപ്പെടുകയാണ്. പിന്നെയാണ് ചിലപ്പോൾ അതൊരു ഭൂകമ്പമായിരിക്കും എന്നൊക്കെ കരുതുന്നു. പിന്നീടാണ് ഈ ഒരു പാകിസ്ഥാൻ മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചതാകാമെന്നൊക്കെ ഇവർ കരുതുന്നത്. പിന്നീടാണ് ഈ മുഖത്ത് നിന്ന് കൈയൊക്കെ മാറ്റിയപ്പോൾ ഈ സ്യൂട്ട് കേസുകൾ, വിമാനത്തിൽ നിന്ന് ഈ സ്യൂട്ട് കേസുകളൊക്കെ ഒന്നിച്ച് താഴേക്ക് പതിക്കുന്നതാണ് കണ്ടത്. അപ്പോഴാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞ ഇതൊരു വിമാന അപകടമാണ് എന്ന് മനസ്സിലായത് പോലും. ആ സമയത്ത് ഏകദേശം ഒരു 50ഓളം വിദ്യാർത്ഥികൾ ആ 1ാം നിലയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു വിദ്യാർത്ഥിക്ക് ഒപ്പം ഉണ്ടായിരുന്ന 4 സുഹൃത്തുക്കൾ മരിച്ചുവെന്നാണ്. ബാക്കി എല്ലായിടത്തും കറുത്ത പുകയും നിലവിളിയും ഒക്കെയായിരുന്നു. ഒന്നും കാണാൻ പറ്റിയില്ലെന്നാണ് പറയുന്നത്. കൂടാതെ ഈ മെസ്സിലെ സിലിണ്ടറുകളും പൊട്ടിത്തെറിച്ചു ദുരന്തത്തിന്റെ വ്യാപ്തി കൂടുകയായിരുന്നു എന്നാണ് ആ വിദ്യാർത്ഥി പറയുന്നത്. അപ്പോൾ രാജ്യത്തിന് വലിയൊരു വിഷമം ഉണ്ടാക്കിയ ഒരു അപകടം തന്നെയാണ് ഇത്, ഈ ഒരു വിമാന അപകടം. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകളിൽ വന്ന മറ്റൊരു കാര്യമാണ്, അതായത് നമ്മളൊരു വെക്കേഷന് പോകുന്നു, അവിടെ വെച്ചിട്ട് എന്താ വെടിയേറ്റ് മരിക്കുന്നു. നമ്മള് ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കഴിക്കണം, ആഹാരം കഴിക്കുകയാണ്, അവിടേക്ക് വിമാനം ഇടിച്ചിറങ്ങി മരണപ്പെടുന്നു. നമ്മളൊരു യാത്ര ചെയ്യാൻ വേണ്ടി ഫ്ലൈറ്റിൽ കയറുന്നു, ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾ എന്താ അത് പൊട്ടിത്തെറിച്ച് മരിക്കുന്നു. മാത്രമല്ല, നമ്മളുടെ ഇഷ്ടപ്പെട്ട ഒരു ടീം വിജയിക്കുന്നു, ആ വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ പോകുന്നു, അവിടെ ചവിട്ടുകൊണ്ട് മരിക്കുന്നു. അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് വേയിലാണ് നമ്മൾ അപകടം പതുങ്ങിയൊക്കെ നമ്മൾ അറിയുന്നില്ല. അപ്പോൾ എവിടെ കൂടിയൊക്കെ അപകടങ്ങൾ വരുന്നു, ആരൊക്കെയോ അതിന് ഇരയാകുന്നു. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത്, ഇതൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു അപകടമാണോ, ഇതിന്റെ പിന്നിൽ ഒരു മനുഷ്യന്റെ കരമുണ്ടോ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മനുഷ്യരുടെ കരമുണ്ടോ, അട്ടിമറി സാധ്യതയുണ്ടോ, അതിന് ഉത്തരം നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. വെറുതെ വിടാൻ പറ്റുന്ന ഒരു വിമാന അപകടമല്ല, കാരണം എത്ര പേരുടെ ജീവനാണ് നഷ്ടമായത്. അപ്പൊ തീർച്ചയായിട്ടും ഇനി കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അട്ടിമറി സാധ്യതയൊക്കെ പരിശോധിക്കുന്നുണ്ട്. ആ ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല അധികൃതർ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ വരും മണിക്കൂറുകൾ, വരും ദിവസങ്ങൾ അതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ തന്നെ പുറത്തുവിടും.